Hi friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെയിമിന്റെ കൂടെ നമ്മൾ പ്ലേസും കൂടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ച്. പിന്നെ അതുപോലെ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി ഉണ്ട്. അപ്പൊ നമുക്കിതില് ഈ ഒരു നെയിമും അതുപോലെ തന്നെ ഈ ഒരു പ്ലേസും നമുക്ക് വേറെ ആയിട്ട് കാണിക്കണം. ഈ നെയിം വേറെ കോളായിട്ട് വരണം, അതുപോലെ തന്നെ പ്ലേസ് മറ്റൊരു കോളായിട്ട് വരണമെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ എക്സലിൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് കോളം ഇൻസേർട്ട് ചെയ്യാന്നുള്ളത്. കോളംസ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്കാണ് വരിക. അപ്പൊ നമുക്ക് സിന്റെയും ഡിന്റെയും ഇടയിൽ ഒരു കോളം വേണമെന്നുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്ന കോളാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഇങ്ങോട്ടാണ് ലെഫ്റ്റിലേക്കാണ് കോളം വരിക. ഇനി റോ ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്കിൽ റോ എപ്പോഴും ടോപ്പിലേക്കാണ് ഇൻസേർട്ട് ആയിട്ട് വരിക. അപ്പൊ ഞാനിവിടെ കോളാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സെയിൽ എന്ന് പറയുന്ന ഹെഡിങ്ങോ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന കോളം മൊത്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോളം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ടേബിൾ തന്നെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇൻസേർട്ട് ഷീറ്റ് കോളം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പുതിയ കോളം ഇൻസേർട്ട് ആയിട്ട് വരും. ഇനി ഈ ഒരു കോളത്തിന് ഞാൻ ഹെഡിങ് കൊടുക്കാൻ പോവാണ്. പ്ലേസ് എന്നാണ് ഹെഡിങ് കൊടുക്കാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു നെയിമിന്റെ കൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്ലേസുകൾ ഇങ്ങോട്ട് വരണം. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഡാറ്റാസ് മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ മനോജ് മുതൽ സന്തോഷ് വരെയുള്ള ഇത്രയും ഡാറ്റാസ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ഡാറ്റ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക. അതില് ടെക്സ്റ്റ് കോളംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാസുകളൊക്കെ ഇവിടെ കാണാം. കുറച്ച് നമ്പേഴ്സുകളും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റ ഇവിടെ കാണാം. ഇങ്ങനെ ഒരു വിൻഡോ വരുന്ന സമയത്ത് ഇതിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ വേറൊരു കോളായിട്ടാണ് വരിക. അപ്പൊ ഇതിൽ നമുക്ക് ടാബ്, സെമി കോളം, കോമ, സ്പേസ്, അതർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ നമ്മൾ നെയിം കൊടുത്ത് പ്ലേസിന്റെ മുമ്പേ ആയിട്ട് ഇപ്പൊ ഞാനിവിടെ ഒരു കോമ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് കഴിഞ്ഞ അടുത്ത വേർഡിന്റെ മുന്നേ ഒന്നെങ്കിൽ കോമ അല്ലെങ്കിൽ സ്പേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് നോക്കിയിട്ട് വേണം ഇവിടെ നമ്മൾ ടിക്കറ്റ് കൊടുക്കാണ്. ഇപ്പൊ ടാബ് ആണെന്നുണ്ടെങ്കിൽ ടാബിൽ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് തന്നെ ടിക്ക് ഉണ്ട്. ഇനി സെമി കോളം, കോമ, സ്പേസ്, അതർ, ഇതിലൊന്നും അല്ലാതെ മറ്റെന്തെങ്കിലും ആണ് നമ്മൾ കൊടുത്തിക്കണമെങ്കിൽ അതറിൽ ടിക്കറ്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ ഞാൻ കോമയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കോമയിൽ ടിക്ക് കൊടുക്കുമ്പോ തന്നെ കണ്ടോ ഇവിടെ താഴെയുള്ള ആ ഒരു ഡാറ്റാസ് രണ്ടും രണ്ട് കോളത്തിലായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഫിനിഷ് കൊടുക്കാം. മെസ്സേജ് വരും, there is already data here, do you want to replace it എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള പ്ലേസ് മൊത്തം ഇങ്ങോട്ട് ഇൻസേർട്ട് ആയിട്ട് വരുന്നത് കാണാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു കോളത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാസിനെ ഒന്നിൽ കൂടുതൽ കോളങ്ങളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ ഒന്നിൽ കൂടുതൽ കോളങ്ങളിൽ കൊടുത്തിട്ടുള്ള ഡാറ്റ നമുക്ക് ഒറ്റ സെല്ലിലേക്ക് വരണം എന്ന് വിചാരിക്കാം. അപ്പൊ ഈ മനോജ് എടപ്പാൾ എന്നുള്ളത് രണ്ട് കോളത്തിലാണ് കിടക്കുന്നത്. എനിക്കത് ഒറ്റ സെല്ലിലായിട്ട് മനോജ് എടപ്പാൾ എന്ന് ഒറ്റ സെല്ലിലായിട്ട് വരാം. അപ്പൊ ടെക്സ്റ്റുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി എക്സലിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ പേരാണ് കോൺകേറ്റിനേറ്റ് ഫംഗ്ഷൻ. കോൺകേറ്റിനേറ്റ് ഫംഗ്ഷൻ ആണ് എക്സലിൽ നമ്മൾ ടെക്സ്റ്റുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് ടെക്സ്റ്റ് 1 ആണ്. അപ്പൊ ടെക്സ്റ്റ് 1 ഞാനിവിടെ മനോജ് കൊടുത്തു. ദെൻ കോമ, നെക്സ്റ്റ് ടെക്സ്റ്റ് 2 ആണ്. അപ്പൊ ഒരുപാട് ടെക്സ്റ്റുകളെ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യിക്കാൻ പറ്റും. ടെക്സ്റ്റ് 2 ഞാനിവിടെ എടപ്പാൾ എന്ന് കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് ഒരുപാടെണ്ണം കൊടുക്കാനുണ്ടെങ്കിൽ 3, 4 അങ്ങനെ കൊടുക്കുക. അപ്പൊ എന്റെ ഇത് കഴിഞ്ഞു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മനോജ് എടപ്പാൾ എന്നുള്ളത് ഒറ്റ സെല്ലിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിനിടയിൽ കുറച്ച് സ്പേസ് വേണമെന്ന് വിചാരിക്കാം. അപ്പൊ ഈ മനോജ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വന്നിട്ട് എന്നിട്ടാണ് എടപ്പാൾ വരേണ്ടതെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്
മനോജ് സെലക്ട് ചെയ്ത് നമ്മൾ കോമ കൊടുത്തതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ട് നമുക്ക് എത്രത്തോളം സ്പേസ് ആണോ വേണ്ടത് അത്രയും സ്പേസ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, എന്നിട്ട് കോമ കൊടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് വീണ്ടും ടെക്സ്റ്റ് 2 കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ സ്പേസ് വരുന്നതായിട്ട് കാണും. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ബൈ.